പൂജമോളെ കമ്മീഷണറുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ എന്താ ഒരു വഴി? നീ എന്താ ആലോചിക്കുന്നേ? അല്ലമ്മേ, ഞാനും കരുതിയില്ല പൂജമോള് എന്നോടൊരു വാക്ക് പറയാതെ ഇങ്ങനൊരു എടുത്തുചേട്ടൻ കാണിക്കുമെന്ന്. ഇതിന്റെ പേര് എടുത്തിയാട്ടോന്നല്ല, തല്ലുകൊള്ളിത്തരം വന്ന. മോളൊക്കെ തന്നെ പിടിച്ച് രണ്ട് പിടപെടക്കണം. പൂജയെന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു, കണ്ണിലെ കൃഷ്ണമണിയായിരുന്നു. പക്ഷേ മോള് കഴിഞ്ഞിട്ടേ ഉള്ളൂ ചെറുമോള്. നന്ദനൊന്നും അറിയാത്ത പോലെ കറങ്ങി നടന്നിട്ട് ഒക്കെ പൂജയുടെയും അർജുന്റെയും തലയെ കൊണ്ടുവച്ചിരിക്കുക. അല്ല, മധുവും കൂടി ഇതിന് കൂട്ടുനിന്നതാ. എനിക്കതിശയം. ഞാൻ പറഞ്ഞില്ലേ, നന്ദൻ എല്ലാരെയും മയക്കി. നാട്ടുകാർ കേൾക്കുമ്പോഴും നിന്നെ കുറ്റപ്പെടുത്താൻ കാരണമായല്ലോ. മോളും അനിയത്തിയും ചേർന്നിട്ടാ നിനക്ക് പകരം അവളെ കൊണ്ടുവന്നെന്ന് ആൾക്കാർ പറയും.